പോകുന്നത് ഈ വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിമാൻഡിലായ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. ഇന്നു തന്നെ SIT കസ്റ്റഡി അപേക്ഷ വടകര സെഷൻസ് കോടതിയിൽ സമർപ്പിക്കും. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ജാമ്യത്തിനായി ജിതിനും ഉടൻ തന്നെ കോടതിയെ സമീപിക്കും. സരീഷ് PK വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ സംഭവമാണ്. അന്ന് പോലീസ് തെളിവുകളുടെ അഭാവത്തിൽ അടച്ചൊരു കേസ്. ഒരൊറ്റയാൾ മാത്രമേ അന്ന് നമ്മൾ പേര് കേട്ടിരുന്നുള്ളൂ, റിബേഷ് എന്ന് പറയുന്ന ഒരൊറ്റ പേര്. അതല്ലാതെ ഈ ഒരു സർക്കാർ വന്നു, അത് പരാതിയായിട്ട് വന്നു, ഒരു SIT രൂപീകരിക്കുന്നു. റിബേഷിൽ നിന്ന് പിന്നീട് അത് ജിതിനിലേക്ക് എത്തുന്നു. ജിതിനെ ചോദ്യം ചെയ്താൽ ഇനി ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയും. ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതാണല്ലോ പ്രതിസന്ധി. ഉറവിടം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ ഈ പുതിയ അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ട് പോക്ക്? ഇന്ന് ഈ വിഷയത്തിൽ എന്തൊക്കെ നടക്കും സരീഷ്? SIT കരുതുന്നത് ഈ ജിതിനെ ചോദ്യം ചെയ്താൽ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലേക്ക് എത്താനാകും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് SIT ചുമതലയേറ്റ ശേഷം ആദ്യം ചോദ്യം ചെയ്തത് ജിതിനെ ആയിരുന്നു. കാരണം ഈ ജിതിനാണ് ഈ കാർഡ് അല്ലെങ്കിൽ ഈ പോസ്റ്റ് ആദ്യം ഷെയർ ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ജിതിനാണ് എന്ന രീതിയിലായിരുന്നു ആദ്യം SIT കരുതിയത്. അതിൻ്റെ ഭാഗമായാണ് ആദ്യത്തെ ചോദ്യം ചെയ്യൽ ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തെ വിട്ടയക്കുകയും പിന്നീട് ഇന്നലെ വീണ്ടും വിളിച്ചു വരുത്തുകയുമായിരുന്നു. തീർച്ചയായും SIT കരുതുന്നത് നിലവിൽ ആദ്യ വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിക്കുന്നതിന് മുൻപ് തന്നെ ജിതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യമായി എത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജിതിനെ ചോദ്യം ചെയ്താൽ കൂടുതൽ തെളിവുകൾ ലഭിക്കും എന്നതാണ്. അതിൻ്റെ ഭാഗമായി ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും ഇന്ന് കോടതിയിൽ ഈ കസ്റ്റഡിയിൽ വേണം എന്നൊരു അപേക്ഷ നൽകുകയും ചെയ്യുന്നത്. ഈ SIT സംഘം പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യമായി ഈ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലാണ്, ഈ ജിതിൻ്റെ ഗ്രൂപ്പിലാണ്. അതുകൊണ്ട് തന്നെ ജിതിൻ ഉണ്ടാക്കിയതാണോ അതോ മറ്റാരെങ്കിലും ഉണ്ടാക്കിയതിന് ശേഷം ജിതിന് നൽകിയതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണമെങ്കിൽ ജിതിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നത് എന്നൊരാവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം തന്നെ പ്രതിഭാഗം ഇതിനെല്ലാം നിഷേധിക്കുകയാണ്. യാതൊരു തെളിവുമില്ലാത്തൊരു കേസിൽ രാഷ്ട്രീയ പ്രേരിതമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നൊരു ഹർജി കോടതിയെ സമീപിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ 2 ഹർജികളാണ് ഇന്ന് കോടതിക്ക് മുൻപാകെ വരിക. ഏത് ഹർജിയിലാണ് അനുകൂല നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ തെളിയണം. ഒന്ന്, ജിതിനാണോ ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്, അല്ല മറ്റൊരാൾ ഉണ്ടാക്കിയതിന് ശേഷം ജിതിൻ അയച്ചു കൊടുത്തതാണോ എന്നുള്ളത്. നിലവിൽ ചോദ്യം ചെയ്യലിന് ശേഷം ഒരുപക്ഷെ ജിതിൻ കുറ്റം സമ്മതിക്കുകയാണ്, തൻ്റെ ഫോണിലാണ് ഇത് ഉണ്ടാക്കിയത് എന്ന കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ആ ഫോണിൽ നിന്ന് ഈ കാര്യങ്ങൾ റിക്കവർ ചെയ്യാം. അല്ല മറ്റൊരാളാണ് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഈ കാര്യം ചെയ്തതിന് ശേഷം ജിതിൻ അയച്ചു കൊടുത്തതെങ്കിൽ മെറ്റ ഉൾപ്പെടെയുള്ളവരുടെ റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. കാരണം ഏത് ഫോണിൽ നിന്ന് ഏത് സമയത്താണ് അയച്ചു കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് 2 ഹർജികളാണ് കോടതിയിൽ മുമ്പിലെത്തുന്നത്.